വെള്ളപ്പം കണ്ടി ഉന്നതിയിൽ വൈദ്യുതി എത്തിക്കാൻ KSEB നടപടി ആരംഭിച്ചു. ഇന്നലെയാണ് ഉന്നതിയിലെ ദുരിത ജീവിതം മീഡിയ വൺ പുറത്തുവിട്ടത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഇടപെടലിലാണ് നടപടി. ഇന്ന് തന്നെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകുകയായിരുന്നു. മീഡിയ വൺ ഇമ്പാക്ട്. ഫൈസലുണ്ട് വിവരങ്ങൾ നൽകാനായി. ഫൈസൽ, ആദ്യം തന്നെ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. ആ ഉന്നതിയിൽ ഒരു വാർത്തയിലൂടെ, മീഡിയ വൺ നൽകിയ വാർത്തയിലൂടെ വെളിച്ചം എത്തിയിരിക്കുകയാണ്. ആ ഉന്നതിയിൽ ഇന്ന് തന്നെ നടപടികൾ പൂർത്തീകരിക്കാനാണോ നിർദ്ദേശം നൽകിയിരിക്കുന്നത്? മറ്റ് വിശദാംശങ്ങൾ. അജി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഈ വെള്ളപ്പങ്കണ്ടി ഉന്നതിയിലെ ആളുകൾ ഇരുട്ടിലാണ് കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇന്നലെ മീഡിയ വൺ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇടപെടുകയും കൃത്യമായിക്കൊണ്ട് മേപ്പാടി KSEB ജീവനക്കാർക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. KSEB ജീവനക്കാർ രാവിലെ തന്നെ ഇവിടെ ഉന്നതിയിലെത്തി. ഉന്നതിയിലെ തൊട്ടടുത്ത് ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. ആ ട്രാൻസ്ഫോമറിൽ പ്രവർത്തികൾ പൂർത്തീകരിച്ചപ്പോൾ വീടുകളിലേക്ക് കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന നടപടികളാണ് ഒരു ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പല വീടുകളിലും ഇപ്പോൾ തന്നെ വൈദ്യുതി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മറ്റൊരു വീട്ടിലാണുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിങ്ങൾ ഇരുട്ടിലാണ്. ഇപ്പോൾ ഓരോ വീടുകളിൽ കണക്ഷൻ കൊടുത്തു തുടങ്ങി. എന്താണ് പറയുക? ഞങ്ങൾക്ക് ഇപ്പോൾ കറണ്ടും വെള്ളവും റോഡും അതുടനെ തന്നെ ശരിയാക്കി തരണോ ഞങ്ങളെ മന്ത്രി സാറും ഞങ്ങളെ ഈ നിലയിൽ കൊണ്ടുവന്ന സാനൽക്കാരും അവർക്കെല്ലാവർക്കും മന്ത്രി സാറിനും സാനൽക്കാർക്കും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വലിയൊരു പ്രശ്നം പരിഹാരമായിട്ടുണ്ടല്ലേ? ഇപ്പൊ ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന കുറെ ഒരു 2-3 മാസമായി ഈ സോളാറൊക്കെ കാറ്റിന് മഴയത്തൊക്കെ വീണുപോയി. ഫുള്ള് ഇരുട്ടിലായിരുന്നു. വെള്ളത്തിനാണെങ്കിൽ ഞങ്ങൾ താഴെ പോയിട്ട് ഒരു പാറപ്പുറത്തുനിന്ന് ചെറിയൊരു പൈപ്പ് ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് തലയിലേറ്റി വരും. അത് ചിലപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്തെ ഞങ്ങൾ കൂലിപ്പണി പോകുന്ന ആൾക്കാരാണ്. വൈകുന്നേരം വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടും. പിന്നെ രാത്രി കടയിലൊക്കെ പോകണമെങ്കിൽ ഒരു 1-2 കിലോമീറ്റർ ഈ കാട്ടുകൂടെ നടന്ന് സാധനം വാങ്ങിയിട്ട് വരണം. ഇടയ്ക്ക് ലീവുള്ള ദിവസങ്ങളിൽ മേപ്പാടി പോയിട്ട് റേഷൻ പിന്നെ ഇതൊക്കെ സാധനം കുറച്ച് ഒരാഴ്ചക്കുള്ളിൽ കൊണ്ടുവയ്ക്കും. രാത്രി നിന്ന് കാട്ടുമൃഗങ്ങളുടെ ശല്യമുള്ള സ്ഥലമാണ്. രാത്രി ഒന്നും ഇവിടുന്ന് അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റൂല. അപ്പൊ അജി, ഇവരുടെ ഒരു സന്തോഷമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. എന്തായാലും വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. പല വീടുകളിലേക്കും വൈദ്യുതി എത്തിയും കഴിഞ്ഞു. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ളമില്ല, വഴിയുമില്ല എന്നുള്ളതാണ്. ആ കാര്യത്തിൽ കൂടി സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്.